യുദ്ധ കരാർ വ്യവസ്ഥയുടെ ഭാഗമായി $300 ബില്യൺ ഇറാന് നൽകുമെന്ന് ട്രംപ് സമ്മതിച്ചു. അതിന് പല തരത്തിലും പല കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് ഈ പണം നൽകുക എന്നത് വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇറാനെ സംബന്ധിച്ചിടത്തോളം 300 ബില്യൺ കിട്ടും എന്ന കാര്യത്തിൽ തീരുമാനമായി. പല ഘട്ടങ്ങളിലും ഒഴിഞ്ഞു മാറിയത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പണം നൽകി യുദ്ധവിരാമം ഉണ്ടാക്കുക തങ്ങളുടെ ലക്ഷ്യമല്ലെന്നും അത് അസാധ്യമാണ് എന്ന തരത്തിലുമായിരുന്നു ആദ്യ ഘട്ടത്തിലൊക്കെ അമേരിക്ക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. എന്ന റൂട്ടൊക്കെ മാറിയാണ് സഞ്ചരിക്കുന്ന കാര്യം. ഇറാൻ്റെ നയത്തിലോ നിലപാടിനോ യാതൊരു മാറ്റവുമില്ലെന്നും ഇറാനെ അന്വയിപ്പിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നപരിഹാരം ഉണ്ടാകില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കരാർ വ്യവസ്ഥ അപ്പാടെ അംഗീകരിക്കുകയായിരുന്നു. ഇതോടുകൂടി ക്യൂബ എന്ന് പറയുന്ന രാജ്യം രക്ഷപ്പെട്ടു എന്ന ഒരു നിലപാടും അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. കാര്യം എന്ന് പറയുന്നത് ഇറാന് ശേഷം ക്യൂബയാണ് എന്ന് പറയപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ ദാരുണമായിരിക്കുന്ന ഫലം അനുഭവിച്ച ഒരു രാജ്യമായി അമേരിക്ക മാറി എന്നതിനാലും ഇനിയൊരു യുദ്ധത്തിനുള്ള കെൽപ്പ് നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഇല്ല എന്നതിനാലും ക്യൂബയ്ക്ക് നേരെയുള്ള ആക്രമണ രീതികളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയമോ താൽക്കാലികമായി മരവിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. വെനിസുല, ഇറാൻ, ക്യൂബ ഈ തരത്തിലായിരുന്നു അമേരിക്കയുടെ നിലപാടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ വെനിസുലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, രാജ്യത്തിൻ്റെ പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോയി. ആ രാജ്യത്തെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഒരു പരാതിയോ പ്രതിഷേധമോ അതും ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ വെനിസുലയുമായിട്ട് ബന്ധപ്പെട്ട ഭരണ കാര്യങ്ങളൊക്കെ നേരിട്ട് നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെയാണ്. പെട്രോളിയം വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റ് സാമ്പത്തിക ഇടപാടുകളും എല്ലാം അമേരിക്ക അറിഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. കരീബിയൻ കടൽ ഏറെക്കുറെ അമേരിക്കയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അവരുടെ യുദ്ധക്കപ്പലുകളൊക്കെ ഈ മേഖലയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അനുമാനം. അപ്പോൾ ഈ പണം $300 ബില്യൺ എന്നുള്ളതും അതോടൊപ്പം തന്നെ $20 ബില്യൺ വ്യത്യസ്ത ലോക രാജ്യങ്ങളിൽ അമേരിക്ക മരവിപ്പിച്ച പണവും തിരിച്ചു നൽകണം എന്നുള്ളതായിരുന്നു ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനമായിരിക്കും നിർദ്ദേശം. അത് എന്ത് ചെയ്തിട്ടുണ്ടോ അത് സ്വകാര്യമായ രീതിയിൽ ഒളിച്ചു കടത്താൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ശ്രമിച്ചത്, ആരും അറിയാത്ത രീതിയിൽ ഒപ്പിക്കാൻ. എന്നാൽ എന്ത് ചെയ്തു, ഈ ഇറാൻ്റെ കൈവശത്തിൽ നിന്ന് ഈ വിവരങ്ങൾ ചോർത്തി അല്ലെങ്കിൽ ചോർന്നു. അത് ഇറാൻ്റെ മീഡിയക്കാരും പത്രക്കാരും പ്രസിദ്ധീകരിച്ചു. അവർ കൃത്യതയോടുകൂടി ഈ വിവരം പറയുകയും ചെയ്തു. കരാർ വ്യവസ്ഥ ഇങ്ങനെയാണ്. $300 ബില്യൺ അമേരിക്ക ഇറാന് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് സ്വകാര്യ കച്ചവടമൊന്നുമല്ല, ഒരു പബ്ലിക്കാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു യുദ്ധം എന്ന നിലക്ക് സ്വകാര്യ കച്ചവടം നടത്തേണ്ട കാര്യമൊന്നുമില്ല. എന്തൊക്കെയാണ് എന്നുള്ളത് മറ്റു ലോക രാജ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറയണം. തങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് $300 ബില്യൺ വേണമെന്ന് തങ്ങൾ ആവശ്യപ്പെടുകയും അത് നൽകാൻ അവർ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് അമേരിക്കക്കകത്തും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. യുദ്ധവിരാമം പ്രത്യേകിച്ച് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് പണം നൽകിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ലോകാവസാനം വരെ അമേരിക്കക്ക് വല്ലാത്ത രീതിയിലുള്ള മൈനസ് പോയിൻ്റായിട്ട് അവിടെ നിലവിൽ വരും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പണം നൽകില്ല എന്ന് പറയണം എന്നുള്ളിടത്തേക്ക് എത്തി. ആദ്യഘട്ടത്തിൽ ട്രംപ് അത് പറഞ്ഞിരുന്നു എങ്കിൽ പോലും അത് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിച്ചില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അത് സൂചിപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞതോടുകൂടി തന്നെ ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ആ കാര്യം അംഗീകരിക്കുന്നില്ലെങ്കിൽ തങ്ങൾ കരാർ വ്യവസ്ഥയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞതോടുകൂടി റൂട്ട് മാറ്റി. പിന്നെ കളം മാറ്റി ചവിട്ടിയിട്ടാണ് ട്രംപ് സംസാരിക്കുന്നതെന്ന് ചുരുക്കം. ഇപ്പോൾ ഈ വിഷയം പറയുന്ന സമയത്ത് $300 ബില്യൺ എന്ന് പറയുന്നത് ഏകദേശം 25 ലക്ഷം കോടി ഇന്ത്യൻ രൂപയുണ്ടാവും. അത് അത്യാവശ്യം കണക്ക് കൂട്ടാൻ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ട്രംപ് പറയുന്ന കാര്യം സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം പറയുന്നത് ഇങ്ങനെയാണ്. പുനർനിർമ്മാണ ഫണ്ട് എന്ന തരത്തിൽ ഇറാൻ്റെ ബാങ്കിൽ തങ്ങളത് നിക്ഷേപിക്കും. അത് നിക്ഷേപിക്കുക എന്ന് പറയുന്നത് അമേരിക്കയുടെ നികുതിദായകരുടെ പണമല്ല. അവരിൽ നിന്ന് പണം വാങ്ങിയിട്ട്, അതായത് അമേരിക്കയുടെ പണമല്ല, പക്ഷേ ഇങ്ങനെയാണ് അത് നൽകുന്നത്. സ്വകാര്യ കമ്പനികളും ഗൾഫ് രാജ്യങ്ങളിലെ നിക്ഷേപകരും അന്താരാഷ്ട്ര പങ്കാളികളും നൽകുന്ന പണം സ്വരൂപിച്ചുകൊണ്ട് ഇറാന് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിൽ കിട്ടിയാലും അവരുടെ ബാങ്കിലേക്ക് അത് പണം ഡെപ്പോസിറ്റ് ആയിട്ട് വരുന്ന സമയത്ത് അവർക്കത് ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. അവർക്ക് സിമ്പിളാണ്. നിങ്ങൾ ആര് നൽകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അതേക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ഈ പണം കിട്ടണം എന്നാണ് പറഞ്ഞത് എന്ന് ഇറാൻ അതിന് മറുപടി പറഞ്ഞു. അപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിലെ നിക്ഷേപകർ എന്ന് പറയുന്ന സമയത്ത് അവിടെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലെ പണം നിക്ഷേപിച്ചുകൊണ്ട് രാജ്യ പുരോഗതിക്ക് വേണ്ടി പങ്കാളിത്തം വഹിക്കുന്ന സമയത്ത് അതിൻ്റെ വിഹിതമായിരിക്കുന്ന ഒരു ലാഭം കിട്ടുമെന്നാണ് ഇതിൻ്റെ അനുമാനം.
അതേക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും. പക്ഷേ അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര പണം വേണമെങ്കിലും നിക്ഷേപിക്കാനും നൽകാനും വേണ്ടി തയ്യാറാണ് ഇറാന് വേണ്ടിയിട്ട്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇറാൻ എന്ന് പറയുന്ന രാജ്യം സ്ഥായിയായിട്ട് നിലനിൽക്കുക എന്നുള്ളത് അറേബ്യൻ രാജ്യങ്ങളുടെ രാഷ്ട്രീയപരമായിരിക്കുന്ന നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇറാന് തകർച്ച ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ അമേരിക്കക്ക് അറേബ്യൻ രാജ്യങ്ങളെ കീഴടക്കാനോ അല്ലെങ്കിൽ ആക്രമിക്കാനോ അതല്ലെങ്കിൽ അവരുടേതായിരിക്കുന്ന താല്പര്യങ്ങളിൽ ഇടപെടാനോ സാധിക്കും. എന്നാൽ ഇറാൻ എന്ന് പറയുന്ന ഭീമാകാരനായിരിക്കുന്ന ഒരു രാജ്യം അവിടെ നിലനിൽക്കുന്ന സമയത്ത് അവരെ ചൂണ്ടാൻ വേണ്ടിയിട്ട് തങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് വലിയ രീതിയിൽ അഭിമാനപരമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് നിലനിൽക്കുന്നു. ഇതാണ് ഒന്ന്. രണ്ടാമത്തത്, അവരുടെ രാജ്യത്തിന് നേരെ വരുന്ന ആക്രമണം അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയെ സാരമായിട്ട് ബാധിക്കുന്നു, രാജ്യത്തിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ബാധിക്കുന്നു, രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ ബാധിക്കുന്നു, അവിടുത്തെ തൊഴിലാളികളെ ബാധിക്കുന്നു, രാജ്യത്തിൻ്റെ പുറത്തുനിന്ന് ജോലി ചെയ്യുന്നവരെ ബാധിക്കുന്നു, ബിസിനസ് രംഗത്തെ ബാധിക്കുന്നു, സാമ്പത്തിക രംഗത്തെ ബാധിക്കുന്നു, ടൂറിസത്തെ ബാധിക്കുന്നു, സർവ്വ മേഖലയിലും അത് ബാധിക്കുന്നുണ്ട്. അത് അവർക്ക് അത്ര വലിയ സന്തോഷകരമായിരിക്കുന്ന കാര്യമല്ല. എല്ലാ കാലത്തും അറേബ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഒരു ബിസിനസ് സംബന്ധമായിരിക്കുന്ന മുന്നേറ്റത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള പുരോഗതി സ്ഥാപിക്കാറുണ്ട്. അതൊരു അസൂയാപരമായിരിക്കുന്ന ഒരു നിർമ്മിതി എന്നൊക്കെ വേണ്ടി പറ്റൂ. നമ്മൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് തൊട്ടടുത്ത വീട്ടിനേക്കാൾ സൗന്ദര്യമുള്ളൊരു വീടാക്കി നമ്മളത് മാറ്റുന്ന സമയത്തുണ്ടാകുന്ന അതേ ലാഘവത്തോടു കൂടി തന്നെയാണ് അറബ് ഭരണാധികാരികൾ അവരുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് എത്തിക്കുന്നത്. ഒരു രാജ്യത്തിനേക്കാൾ മെച്ചപ്പെട്ട പുരോഗതി തങ്ങളുടെ രാജ്യത്ത് സർവ്വമേഖല ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയും വാശി പിടിക്കുകയും അതിനുവേണ്ടി ശ്രമം നടത്തുകയും ചെയ്യുന്ന രാജ്യങ്ങളാണ് അറേബ്യൻ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ മുഴുവനും. അതുപോലെ ലോകകപ്പ് ഖത്തറിൽ വന്നതോട് കൂടിയിട്ടാണ് പിന്നീട് സൗദി അറേബ്യ ഈ ലോകകപ്പിന് വേണ്ടിയിട്ടുള്ള അപേക്ഷാ കാര്യങ്ങൾ നൽകി. പിന്നെ സൗദി അറേബ്യ കിട്ടുകയും 2034 തോന്നുന്നു അവർക്കത് അംഗീകാരം കിട്ടുകയും ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അറേബ്യൻ രാജ്യങ്ങളിലേക്ക് ലോകകപ്പ് വരുന്നത്. അതും 3 രാജ്യങ്ങളും 4 രാജ്യങ്ങളിലൊക്കെ ലോകകപ്പ് സാധാരണ നടത്താറുള്ളത്. ഖത്തറിലാണെങ്കിൽ ഒരൊറ്റ രാജ്യത്ത് എല്ലാ ലോകകപ്പും 48 രാജ്യങ്ങളും അണിനിരന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇങ്ങനെയാണ്. വ്യത്യസ്ത മേഖല. അപ്പോൾ ഈ അറേബ്യൻ രാജ്യങ്ങൾ പണം നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ 2 രീതിയിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. UAEയും ഖത്തറും വലിയ രീതിയിലുള്ള പണം ഇറാന് നൽകിയിട്ടുണ്ട് അവരെ ആക്രമിക്കാതിരിക്കാൻ. കൈക്കൂലി നൽകുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഭീമമായിരിക്കുന്ന സംഖ്യ നൽകുകയും ആ രാജ്യത്തിന് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് ഇറാൻ മാറി നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു പണം കൊടുത്തുള്ള ഒരു യുദ്ധ രീതിയിലേക്ക് ഈ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് അമേരിക്കയെ പോലും ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അമേരിക്കയിൽ സുരക്ഷിതമല്ല അറേബ്യൻ രാജ്യങ്ങൾ എന്ന് തെളിയിക്കാൻ ഇത് വലിയ രീതിയിലുള്ള പങ്കുവഹിച്ചു. അങ്ങനെ പണം നൽകിയതോടുകൂടി പിന്നെന്താ, ഖത്തറിനെ ആക്രമിച്ചിട്ടില്ല, UAE ആക്രമിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞകാല ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഏറെക്കുറെ ഒരു മാസത്തോളം അടുത്ത് 15 മുതൽ 25 ദിവസത്തിനിടയിൽ UAEക്കോ ഖത്തറിനോ നേരെ ഒരാക്രമണം നടന്നിട്ടില്ല. ആക്രമണം നടക്കുന്നത് എങ്ങോട്ടാണ്? കുവൈത്തിലേക്കും ബഹ്റൈനിലേക്കും. പിന്നെ കുവൈറ്റും ബഹ്റൈനും ഈ വിഷയമായിട്ട് ബഹ്റൈനിൽ അത്യാവശ്യം ഷിയാക്കളൊക്കെ ഉള്ള രാജ്യമാണ്. അപ്പോൾ ബഹ്റൈനിലുള്ള ഷിയ വിഭാഗത്തിൻ്റെ ലീഡർഷിപ്പുള്ള ആളുകളൊക്കെ ഇറാനുമായിട്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക ഈ സംവിധാനമുള്ള രാജ്യങ്ങളൊന്നാണ് ബഹ്റൈൻ എന്ന് പറയുന്നത്. ആ ദ്വീപ് സമുച്ചയത്തിലാണ് ഏറ്റവും കൂടുതൽ അവർ നിയന്ത്ര വിധേയമായിരിക്കുന്ന 5 കപ്പൽപ്പടയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ച് ഇങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് വല്ലാത്ത രീതിയിലുള്ള പ്രയാസം, അതായത് മാനസിക പ്രയാസം തന്നെ അമേരിക്കക്കുണ്ട്. അവരുടെ ഏറ്റവും വലിയ സൈനിക മേഖലയും സംവിധാനങ്ങളും സുരക്ഷിതമല്ല എന്ന്, അല്ലെങ്കിൽ ആക്രമിച്ചാൽ തകരാൻ മാത്രമേ ഉള്ളൂ എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ഇറാൻ ചെയ്തത്. അതുകൊണ്ടാണ് ഇസ്രായേലിന് നേരെ ഇറാൻ നേരിട്ട് ആക്രമണം നടത്തിയല്ലോ. ആക്രമണം നടത്തേണ്ട കാര്യം എന്താ, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ആക്രമണം നടന്നത്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ മഹാപ്രതിഭയാണ്, മഹാസംഭവമാണ്. അവർ ശക്തിയുണ്ട്, ബലമുണ്ട്, സമ്പത്തുണ്ട്, ധൈര്യമുണ്ട്, ലോകത്തെ കീഴടക്കാൻ മാത്രം ശക്തിയുള്ളവരാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രതിഫലിപ്പിച്ച ആ രാജ്യത്തിന് വളരെ സിമ്പിളായ രീതിയിലാണ് ഇറാൻ ആക്രമിച്ച് തകർത്തത്. അവർ തന്നെ ഞെട്ടിപ്പോയി ഇങ്ങനെയൊക്കെ നടക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം ഇങ്ങനെയാണ്. എന്തൊക്കെ നിർദ്ദേശങ്ങളാണോ ഇറാൻ മുന്നോട്ട് വെച്ചത് ആ നിർദ്ദേശങ്ങൾ അപ്പടി തന്നെ പാലിക്കുന്ന രീതിയിലേക്ക് അമേരിക്ക എത്തി എന്നുള്ളതാണ്. $300 ബില്യൺ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചല്ല കൊടുക്കുക, അത് ഘട്ടം ഘട്ടമായ രീതിയിൽ. വെള്ളിയാഴ്ച പറഞ്ഞ സമയത്ത് മറ്റന്നാളാണ് ഈ കരാർ വ്യവസ്ഥ പൂർണ്ണ രൂപത്തിലാക്കുക. അപ്പോൾ ഡിജിറ്റൽ കരാർ വ്യവസ്ഥയും സൈൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നടന്നത്. ഇനി വിയന്നയിൽ വെച്ചിട്ട് അത് പൂർണ്ണമായ രീതിയിൽ ഇറാൻ്റെയും അമേരിക്കയുടെയും മധ്യസ്ഥരുടെയും പ്രതിനിധികളുടെ മുഖാമുഖം അതിരുന്നു കൊണ്ട് അത് കരാറാക്കും. പക്ഷേ ഇപ്പോൾ ഹോർമുസ് കടലുമായിട്ട് തുറക്കപ്പെട്ടിട്ടുണ്ട്. അതിലൂടെ കപ്പൽ പോകുന്ന വിവരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. കരാർ വ്യവസ്ഥ പ്രാബല്യത്തിൽ വന്നു. ഇനി ഔദ്യോഗികമായിരിക്കുന്ന ഒരു രീതി മാത്രമേ ഉള്ളൂ. ഇതിൽ പ്രത്യേകമായ രീതിയിൽ ഇറാൻ പറയപ്പെട്ടത് ഏതെങ്കിലും തരത്തിൽ കരാർ വ്യവസ്ഥ ലംഘിക്കുന്നൊരു സാഹചര്യം ഉണ്ടാൽ തീർച്ചയായിട്ടും
ഭയാനകരമായിരിക്കും തിരിച്ചടി തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇത് പൂർണ്ണമായ രീതിയിൽ അംഗീകരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ഒരു അവസാനിപ്പിക്കും എന്നുള്ള അഭിപ്രായങ്ങളൊന്നും തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് അമേരിക്കയാണ് ഒരു പക്ഷത്തുള്ളത്. അതുകൊണ്ട് തന്നെ അവരത് പാലിച്ചോളണമെന്നില്ല. പക്ഷേ അങ്ങനെ പാലിക്കാത്തൊരു സ്ഥിതി വന്നാൽ തിരിച്ചടി ഉണ്ടാകും എന്ന് കൂടി പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇറാൻ മുന്നോട്ട് വെക്കപ്പെട്ട $300 ബില്യൺ വല്ലാതെ